In last class, we discussed about the financial system, introduction, meaning, significance, etc. Today, we have to discuss about the financial concepts. What are the financial concepts? നമുക്കറിയാം ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് അവിടെ ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച് നടക്കണം. അതായത് ക്യാപിറ്റൽ പല സ്ഥലങ്ങളിൽ സോഴ്സിൽ നിന്നും കളക്ട് ചെയ്തുകൊണ്ട് ആവശ്യമുള്ള പ്രൊഡക്റ്റീവ് സോഴ്സിലേക്ക് അത് എത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ ഫിനാൻഷ്യൽ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊഡക്റ്റീവ് ഏരിയയിൽ, പ്രൊഡക്റ്റീവ് ഫീൽഡിൽ ആ ഫണ്ട് കൊണ്ടുവന്ന് അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവിടെ ബെനിഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിൽ വരുന്ന ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണൻ്റാണ് ഫിനാൻഷ്യൽ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. എന്താണ് ഫിനാൻഷ്യൽ കോൺസെപ്റ്റ്സ്? അതായത് ഫിനാൻഷ്യൽ സിസ്റ്റം പ്രോപ്പറായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ കോൺസെപ്റ്റുകൾ അത്യാവശ്യമാണ്. ദർ ആർ 5 ഫിനാൻഷ്യൽ കോൺസെപ്റ്റ്സ്. എന്തൊക്കെയാണ് അതിൽ വരുന്നത്? ഇറ്റ് ഇൻവോൾവ്സ് ഫിനാൻഷ്യൽ അസറ്റ്സ്, ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, ഫിനാൻഷ്യൽ റേറ്റ്സ് ഓഫ് റിട്ടേൺ, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. These are the various components or elements under financial system. So each and every item we need to discuss in detail. First one, financial assets. What is financial assets? We know that financial asset is the basic product of any financial system. ഏത് ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അസറ്റാണ്. അതില്ലെങ്കിൽ അവിടെ ഫിനാൻഷ്യൽ സിസ്റ്റം ഇല്ല. ദിസ് അസറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ഓർ കൺസംഷൻ ഓർ ഫർദർ ക്രിയേഷൻ ഓഫ് അസറ്റ്. ആ അസറ്റ് വെച്ചാണ് അവിടെ എക്സ്ചേഞ്ച് നടക്കുന്നത്. ആ അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രൊഡക്ഷനോ കൺസംഷനോ അല്ലെങ്കിൽ ഫർദർ ക്രിയേഷൻ ഓഫ് അസറ്റോ നടത്താൻ പറ്റും. ഓക്കെ, എ ഫിനാൻഷ്യൽ അസറ്റ് ഈസ് വൺ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ഓർ കൺസംഷൻ ഓർ ഫോർ ഫർദർ ക്രിയേഷൻ ഓഫ് അസറ്റ്. ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? ആ അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ നടത്താം, അല്ലാതെ നമുക്ക് കൺസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ പുതിയൊരു അസറ്റ് അതുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാം. Okay, for example, A buys equity shares and these shares are financial assets since they earn income in future. അതായത് എ എന്ന ഒരു കസ്റ്റമർ ഇൻവെസ്റ്റർ ഇക്വിറ്റി ഷെയർ മേടിക്കുന്നു. ആ ഷെയറിൽ അയാൾ എന്ത് ചെയ്യുന്നു? ഇൻകം ഏൺ ചെയ്യുന്നു. എങ്കിൽ ആ അസറ്റിന് എന്ത് പറയാം? ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അസറ്റും ഫിസിക്കൽ അസറ്റും ഉണ്ട്. രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അൺലൈക്ക് ഫിനാൻഷ്യൽ അസറ്റ്സ്, ഫിസിക്കൽ അസറ്റ്സ് ആർ നോട്ട് യൂസ്ഫുൾ ഫോർ ഫർദർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഓർ ഫോർ ഏണിംഗ് ഇൻകം. അതായത് ഫിസിക്കൽ അസറ്റുകളുണ്ട്. ഫിസിക്കൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മളടുത്ത് സാധാരണ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഗോൾഡ്, സിൽവർ, ഇതൊക്കെ എന്താണ്? ഫിസിക്കൽ അസറ്റാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് കൺസ്യൂം ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനെന്ത് പറയാം? ഫിസിക്കൽ അസറ്റ് എന്ന് പറയാം. ഓക്കെ, അധികവും ഫിസിക്കൽ അസറ്റ് എന്ത് ചെയ്യാം? കൺസപ്ഷൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ചില ഫിസിക്കൽ അസറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇൻകം ഏൺ ചെയ്യാനും പറ്റും. അപ്പോൾ ആ ഫിസിക്കൽ അസറ്റ് നമുക്ക് എന്ത് പറയാം? ഫിനാൻഷ്യൽ അസറ്റ് എന്നും പറയാം. ഓക്കെ, ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസൈഡ്സ് ദ നേച്ചർ ഓഫ് ദ അസറ്റ്. അപ്പം ഇവിടെ ഫിനാൻഷ്യൽ അസറ്റ് ഉണ്ട്, ഫിസിക്കൽ അസറ്റ് ഉണ്ട്. എന്തിനു വേണ്ടിയാണോ നമ്മൾ അത് ഉപയോഗിക്കുന്നത്, എന്താണ് അതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഫിനാൻഷ്യൽ അസറ്റോ അല്ലെങ്കിൽ ഫിസിക്കൽ അസറ്റോ ആവുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ബിൽഡിംഗ് ഈസ് ബോട്ട് ഫോർ റെസിഡൻഷ്യൽ പർപ്പസ്, റെസിഡൻസ് പർപ്പസിന് വേണ്ടിയാണ് ഒരു ബിൽഡിംഗ് നമ്മൾ പർച്ചേസ് ചെയ്തത്. അപ്പോൾ അതെന്താണ്? അതൊരു ഫിസിക്കൽ അസറ്റാണ്. അതുപോലെ തന്നെ ഒരു ബിൽഡിംഗ് നമ്മൾ മേടിക്കുന്നത് ഹയറിനാണ്, റെൻ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയാണെങ്കിൽ അത് എന്താണ്? ഫിനാൻഷ്യൽ അസറ്റായി മാറി. കാരണം അത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? റെൻറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിസിക്കൽ അസറ്റ്, ഫിനാൻഷ്യൽ അസറ്റ്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്. ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2. ഫസ്റ്റ് വൺ, മാർക്കറ്റബിൾ അസറ്റ്സ്, നോൺ മാർക്കറ്റബിൾ അസറ്റ്. എന്താണ് മാർക്കറ്റബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ? ദീസ് ടൈപ്സ് ഓഫ് അസറ്റ്സ് ആർ ദോസ് വിച്ച് ക്യാൻ ബി ഈസിലി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ വിത്തൗട്ട് മച്ച് ഹിൻഡ്രൻസ്. യാതൊരു തടസ്സം കൂടാതെ ഒരാൾക്ക് മറ്റൊരാളുമായി ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ് മാർക്കറ്റബിൾ അസറ്റ്. ഫോർ എക്സാമ്പിൾ, ഷെയർസ് ഓഫ് ലിസ്റ്റഡ് കമ്പനീസ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ബോൺസ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്സ്. നമുക്ക് ഷെയർ മാർക്കറ്റ് വഴി നമ്മുടെ ഷെയർ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യാം, ഈസി ആയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അതൊക്കെ എന്താണ്? മാർക്കറ്റബിൾ അസറ്റാണ്. ഇനി ഈസി ആയിട്ട് പറ്റാത്ത മാർക്കറ്റുകളുണ്ട്, നോൺ മാർക്കറ്റബിൾ അസറ്റ്. ദീസ് ആർ ദ അസറ്റ്സ് വിച്ച് കനോട്ട് ബി ട്രാൻസ്ഫേർഡ് ഈസിലി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. അതായത് ഈസി ആയിട്ട് നമുക്ക് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ആ തരത്തിലുള്ള അസറ്റാണ് നോൺ മാർക്കറ്റബിൾ അസറ്റ്. അതിലെന്തൊക്കെ വരാം? ബാങ്ക് ഡെപ്പോസിറ്റ്, പ്രൊവിഡൻറ്റ് ഫണ്ട്, പെൻഷൻ ഫണ്ട്, നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ്സ്, ഇൻഷുറൻസ് പോളിസീസ്. അത് പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അതിന് പല പ്രൊസീജിയറുകളുണ്ട്, കുറച്ച് താമസം പിടിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, മണി ഓർ ക്യാഷ് അസറ്റ്.
ഡെപ്റ്റ് അസറ്റ്, സ്റ്റോക്ക് അസറ്റ്, ഇങ്ങനെ 3 രീതിയിലും കൂടി അത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്ത് ഫിനാൻഷ്യൽ അസറ്റ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ക്യാഷ് അസറ്റ്. എല്ലാവർക്കും അറിയാം എന്താണ് ക്യാഷ്. കറൻസി ആവാം അല്ലെങ്കിൽ കോയിൻസ് ആവാം. ഓക്കെ, സാധാരണ ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ RBI. അതുപോലെ തന്നെ ബാങ്കുകളും ഒരു തരത്തിലുള്ള ഒരു മണി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ക്രിയേറ്റിംഗ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്നൊക്കെ പറയും. ഓക്കെ, അത് എല്ലാ ബാങ്കിലും ഉൾപ്പെടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഡെപ്പോസിറ്റ് ലെൻഡിങ് ഒക്കെ വരുന്ന അവിടെ ക്രെഡിറ്റ് ക്രിയേഷൻ എന്നുള്ളൊരു പ്രൊസീജിയർ അവിടെ വരുന്നുണ്ട്. അത് സാധാരണ നോർമൽ ബാങ്കിലാണ് വരാറുള്ളത്. ക്യാഷ് അസറ്റ്. ദെൻ ഡെപ്റ്റ് അസറ്റ്, അതായത് നമ്മളെ കയ്യിൽ ക്യാഷ് ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ ഇന്ന് ഡെപ്റ്റ് അസറ്റ് ഇഷ്യൂ ചെയ്യുന്നു. അതായത് ഒരുപാട് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു, ഡെപ്റ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ടാണ് കമ്പനി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ അസറ്റിനൊക്കെ എന്താ പറയുക, ഡെപ്റ്റ് ക്യാപിറ്റൽ എന്ന് പറയാം നമുക്ക്. ഡെപ്റ്റ് ക്യാപിറ്റൽ എൻറ്റെയിൽസ് എ ഫിക്സഡ് റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ വിത്ത് റിഗാർഡ് ടു ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പൽ. ഡെപ്റ്റ് ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന് പ്രോപ്പർ റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ ഉണ്ടായിരിക്കും. എത്ര ഇൻട്രസ്റ്റ് ആണ്, ഏത് സമയത്താണ് കൊടുക്കേണ്ടത്, പ്രിൻസിപ്പൽ എമൗണ്ട് എപ്പോൾ തിരിച്ചു കൊടുക്കണം എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഡെപ്റ്റ് അസറ്റിൻ്റെ എക്സാമ്പിളാണ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, റേസിംഗ് ഓഫ് ടേം ലോൺസ്, വർക്കിംഗ് ക്യാപിറ്റൽ അഡ്വാൻസസ് എക്സെട്ര. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക, ലോങ് ടേം ലോണൊക്കെ റേസ് ചെയ്യുക, വർക്കിംഗ് ക്യാപിറ്റൽ അഡ്വാൻസ് ആയിട്ട് എടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ സ്റ്റോക്ക് അസറ്റ്. സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യുന്നു, അതായത് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള സ്റ്റോക്കാണ് ഒരു കമ്പനിക്ക് ഉണ്ടായിരിക്കുക, ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും റിയൽ ഓണേഴ്സ് ബിസിനസ്സിൻ്റെ, അവർക്കാണ് അതിന് ഓണർഷിപ്പ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ പക്ഷേ അവർ കൂടുതൽ റിസ്ക്കും ഉണ്ടായിരിക്കും. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്തുണ്ടായിരിക്കും, അവർക്ക് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഉണ്ടായിരിക്കും. ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്, ഓക്കെ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻഡ് ഉണ്ടായിരിക്കും. അവർക്ക് കൊടുത്ത ഡിവിഡൻഡിന് ശേഷം മാത്രമാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുള്ളൂ. ഓക്കെ, ദ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്, അതായത് ഫിനാൻഷ്യൽ അസറ്റാണ് ഫസ്റ്റ് കമ്പോണൻ്റ് ആയിട്ട് പറയുന്നത് അല്ലെങ്കിൽ കൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ രാജ്യത്ത് നടക്കുമ്പം അതിൽ ഇടയിലായിട്ട് കണ്ണികളായി വർത്തിക്കുന്ന ആൾക്കാരെയാണ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ദ ടേം ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി ഇൻക്ലൂഡ്സ് ഓൾ കൈൻഡ്സ് ഓഫ് ഓർഗനൈസേഷൻസ് വിച്ച് ഇൻ്റർമീഡിയേറ്റ് ആൻഡ് ഫെസിലിറ്റേറ്റ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഓഫ് ബോത്ത് ഇൻഡിവിജ്വൽസ് ആൻഡ് കോർപ്പറേറ്റ് കസ്റ്റമേഴ്സ്. വലിയ കമ്പനികളും ഇൻഡിവിജ്വൽസും തമ്മിൽ ഇടയിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കാൻ വേണ്ടി സഹായിക്കുന്ന വലിയ ഓർഗനൈസേഷൻസ് ആണ് എന്ത് പറയുക, ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് എന്ന് പറയാം. ഇറ്റ് റെഫേഴ്സ് ടു ഓൾ കൈൻഡ്സ് ഓഫ് ഫിനാൻഷ്യൽ institutions and investing institutions which facilitate financial transaction in financial market. അതായത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഓൾ കൈൻഡ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എല്ലാ തരത്തിലുള്ള ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇറ്റ് ആൾസോ ഇൻവോൾവ്സ് ഇൻട്രസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. Okay, they may be in the organized sector or in the unorganized sector. They may also be classified into capital market intermediaries, money market intermediaries. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ഓർഗനൈസ്ഡ് സെക്ടർ ഉണ്ടായിരിക്കും, അൺഓർഗനൈസ്ഡ് സെക്ടർ ഉണ്ടായിരിക്കും. അതിൽ പ്രധാനമായിട്ട് വരുന്നതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ് ആൻഡ് മണി മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ്. വാട്ട് ഈസ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ്? These intermediaries mainly provide long-term funds to individuals and corporate customers. അതായത് ഇൻഡിവിജ്വൽസിനും കോർപ്പറേറ്റ് കസ്റ്റമേഴ്സിനും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി ലോങ് ടേം ആയിട്ട് ഫണ്ട് കൊടുക്കുന്ന ഇൻ്റർമീഡിയറീസ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റ്. അതിൽ പ്രധാനമായിട്ടും വരുന്ന ഓർഗനൈസേഷൻസ് ആണ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ്, ഇൻവെസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് LIC, IFCI, IDBI. ഇവരൊക്കെയാണ് ലോങ് ടേം ലോൺ കൊടുക്കുന്ന ഇൻ്റർമീഡിയറീസ്. അതുപോലെ തന്നെ നെക്സ്റ്റ് മണി മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ്. Then money market intermediaries, it supply only short term funds to individuals and corporate customers. ഇവർക്ക് കസ്റ്റമേഴ്സിനും ഇൻഡിവിജ്വൽസിനൊക്കെ, കോർപ്പറേറ്റ് കസ്റ്റമേഴ്സിനും ഇൻഡിവിജ്വൽസിനൊക്കെ ഷോർട്ട് ടേം ആയിട്ട് കൊടുക്കുന്ന മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അവരെ ആ ഇൻ്റർമീഡിയറീസിനാണ് എന്ത് പറയുക, മണി മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ് എന്ന് പറയുന്നത്. ദേ കൺസിസ്റ്റ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഡിസ്കൗണ്ട് ആൻഡ് ഫൈനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ DFHI. ഓക്കെ, അപ്പം ഇത് സാധാരണ നമുക്കറിയാം ഷോർട്ട് ടേം ബാങ്ക് ലോണുകൾ കൊടുക്കുന്ന ബാങ്കുകളൊക്കെ, കൊമേഴ്സ്യൽ ബാങ്ക്, SBI, കനറ ബാങ്ക് പോലെയുള്ള അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്ക്, ഇതൊക്കെ ഷോർട്ട് ടേം ലോണാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ഇൻ്റർമീഡിയറീസിനൊക്കെ എന്ത് പറയാം, മണി മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ് എന്ന് പറയാം. ഓക്കെ.